ദശാബ്ദങ്ങളായി ഫലസ്തീന് മേൽ ഇസ്രായേൽ നടത്തിവരുന്ന ആക്രമണങ്ങൾക്കും അധിനിവേശ ക്രൂരതകൾക്കും പ്രതികരണം എന്നോണമായിരുന്നു 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണം. എന്നാൽ അതിനുശേഷം യുദ്ധ നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും എല്ലാം കാറ്റിൽ പറത്തി ഇസ്രായേൽ ആരംഭിച്ച ഭീകരമായ ആക്രമണവും വംശഹത്യയും കണ്ണില്ലാത്ത ക്രൂരതകളും ഒരാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഗസ അടക്കമുള്ള ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലിന്റെ കര-വ്യോമാക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 42,000-ഓട് അടുത്തിരിക്കുന്നു. ഇതിൽ 16,800 കുട്ടികളും 11,400 സ്ത്രീകളും 1000-ലേറെ ആരോഗ്യ പ്രവർത്തകരും 174 മാധ്യമപ്രവർത്തകരും 220 UN പ്രവർത്തകരും ഉൾപ്പെടുന്നു. വീടുകളും മറ്റ് താമസ കെട്ടിടങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ ആളുകൾ കൂട്ടത്തോടെ കഴിയുന്ന സകലയിടങ്ങളിലും കൂട്ടക്കുരുതി നടത്തിയ ഇസ്രായേൽ സൈന്യം ആളുകൾ പരിക്കേറ്റ് പ്രാണരക്ഷാർത്ഥം അഭയം തേടുന്ന ആശുപത്രികളെയും വെറുതെ വിട്ടില്ല. അൽഷിഫ അടക്കമുള്ള ഗസയിലെ എല്ലാ ആശുപത്രികളും UN ഏജൻസികൾ ഉൾപ്പെടെ നടത്തുന്ന സ്കൂളുകളും കെട്ടിടങ്ങളും വീടുകളും ആരാധനാലയങ്ങളുമെല്ലാം ഇസ്രായേൽ തവിടുപൊടിയാക്കി. പിഞ്ചോമനകളടക്കം ആയിരക്കണക്കിന് പേരെ കൊലപ്പെടുത്തി. ലോകരാജ്യങ്ങളും ലോക നേതാക്കളും UN അടക്കമുള്ള ഏജൻസികളും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും അടക്കം തള്ളി പറഞ്ഞിട്ടും നിർത്താൻ പറഞ്ഞിട്ടും ഇസ്രായേൽ അവരുടെ ചോരക്കൊതി അവസാനിപ്പിച്ചിട്ടില്ല. ഫലസ്തീനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്നതെങ്കിൽ അധിനിവേശ സൈന്യത്തെയും അവരുടെ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഹമാസിന്റെ തിരിച്ചടികൾ. അവർ ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നില്ല. അതിനാൽ തന്നെ അതൊരു വലിയ തിരിച്ചടിയായി കാണാതെ ഗസയെ കാർന്നു തിന്നുകയാണ് ഇസ്രായേൽ. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ക്രൂരതയുടെ വിരാമം ചോദ്യചിഹ്നമായി തുടരുമ്പോൾ എന്താണ് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പരിഹാരം എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ഏറ്റവും സുപ്രധാന പരിഹാരമാണ് ദ്വിരാഷ്ട്ര ഫോർമുല. 1993 സെപ്റ്റംബർ 13-ലെ ഓസ്ലോ കരാറിൽ ഈ പരിഹാരം നിർദ്ദേശിക്കപ്പെട്ട് 3 പതിറ്റാണ്ട് കഴിയുമ്പോഴും ഫലസ്തീനിൽ ഇപ്പോഴും വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ. ദ്വിരാഷ്ട്ര ഫോർമുലയുടെ കടക്കൽ കത്തിവെച്ച് ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന ആവശ്യം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വീണ്ടും ഉയരുകയാണ്. പ്രത്യേക ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് PLOയും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ചതാണ് ഓസ്ലോ ഉടമ്പടി. എന്നാൽ ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന് എന്നും വിഘാതമായി നിൽക്കുന്ന ഇസ്രായേൽ തന്നെയാണ് ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നിർദ്ദേശത്തിനും പൂട്ടിട്ടത്. അന്ന് സമ്മതം മൂളിയിരുന്നെങ്കിലും ഫലസ്തീനെ സ്വതന്ത്രമാക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരം യഥാർത്ഥത്തിൽ ഇസ്രായേലിനൊരിക്കലും സ്വീകാര്യമായിരുന്നില്ല. 3 പതിറ്റാണ്ട് മുൻപ് നിലവിൽ വന്ന ഓസ്ലോ ഉടമ്പടിക്ക് താൻ തുരങ്കം വെക്കുകയാണെന്ന ഫലസ്തീൻ ആരോപണം ശരിവെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രംഗത്ത് വന്നത് 2023 ഡിസംബറിലാണ്. ഓസ്ലോ കരാർ നിലവിൽ വരാതിരിക്കാൻ അന്ന് താൻ ഏറെ പരിശ്രമിച്ചിട്ടുണ്ടെന്നും ഇന്നും താൻ കരാറിനെതിരാണെന്നും ആ ഉടമ്പടി ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വലിയ തെറ്റാണെന്നും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഉടമ്പടി നടപ്പാക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ലെന്ന് ഫലസ്തീൻ നിരന്തരം ആരോപിക്കുന്നതിനിടെയാണ് അതിനെതിരെ താൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നെതന്യാഹു തുറന്നു പറഞ്ഞത്. ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണം അംഗീകരിക്കില്ലെന്ന് ബ്രിട്ടനിലെ ഇസ്രായേൽ അംബാസിഡറും നിലപാട് അറിയിച്ചിരുന്നു. ഫലസ്തീനു മേൽ പരമാധികാരമുള്ള വിശാല ഇസ്രായേൽ രാഷ്ട്രം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത്. കാരണം ഭൂമിശാസ്ത്രപരമായി നിലവിലുള്ള അവസ്ഥകളെ റദ്ദു ചെയ്യുന്ന ഒരു നടപടിക്കും ഇസ്രായേൽ തയ്യാറല്ല. 1967-ലെ അറബ് യുദ്ധത്തിൽ കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറി. അവർക്കും ഫലസ്തീനും ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നിർണയിച്ച് ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം രൂപീകരിക്കുക എന്നതായിരുന്നു കരാറിലെ വ്യവസ്ഥ. ഫലസ്തീൻ ജനതയ്ക്ക് സ്വയം നിർണയ അവകാശമുണ്ടെന്ന ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉടമ്പടി രൂപപ്പെട്ടത്. അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ സാന്നിധ്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസഹാഖ് റബിനും PLO നേതാവ് യാസർ അറഫാത്തുമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 1995-ൽ കരാറിലെ വ്യവസ്ഥകളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും രണ്ടാം ഓസ്ലോ കരാറിൽ ഇരു നേതാക്കളും ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നാൽ അധിനിവേശ പ്രദേശങ്ങളിലെ അനധികൃത കുടിയേറ്റങ്ങളിൽ നിന്ന് ഒഴിയേണ്ടി വരുമെന്ന് ഇസ്രായേലിന് ഭയമുണ്ടായിരുന്നു. അതോടെ വെസ്റ്റ് ബാങ്കിലും ഗസയിലും ഇസ്രായേൽ നിരന്തരം സൈനിക നീക്കങ്ങൾ നടത്തുകയും കുടിയേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 30 വർഷം മുൻപ് 2.5 ലക്ഷം മാത്രമായിരുന്നു കുടിയേറ്റക്കാരെങ്കിൽ ഇന്നത് 7 ലക്ഷത്തിലേറെയായി വർദ്ധിച്ചിരിക്കുന്നു. രാഷ്ട്രീയപരമായും നിരന്തര ആക്രമണങ്ങളിലൂടെയും ഫലസ്തീനുകളെ അവരുടെ രാജ്യത്ത് നിന്നും തുരത്തുന്നത് തുടർക്കഥയാവുകയാണ്. ഇസ്രായേലികൾക്കും ഫലസ്തീനുകൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ നിലവിൽ ഏറ്റവും ഉചിതമായ ബദലാണ് ദ്വിരാഷ്ട്ര പരിഹാരം എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നതെങ്കിലും അത് സാധ്യമാകുന്നതിന് വ്യാപകമായ സംവാദങ്ങളും ചർച്ചകളും വിട്ടുവീഴ്ചകളും ആവശ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൽ ഫലസ്തീനെ പിന്തുണച്ചും ദ്വിരാഷ്ട്ര ഫോർമുലയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് വ്യക്തമാക്കിയും വിവിധ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് അറിയിച്ചിരുന്നു. മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരം ദ്വിരാഷ്ട്ര ഫോർമുലയാണെന്ന് ഫെബ്രുവരിയിൽ ഫലസ്തീൻ സംഘടിപ്പിച്ച അറബ് ഇസ്ലാമിക് മന്ത്രിതല സമിതി യോഗത്തിൽ ബഹ്റൈൻ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. 2017 2 ദശകങ്ങളായി നിരുപാധികം പിന്തുണച്ചിരുന്ന ദുരാഷ്ട്ര പരിഹാര ഫോർമുലയിൽ നിന്ന് പിന്മാറാനുള്ള
യുഎസിന്റെ സമീപനത്തിൽ ആശങ്ക അറിയിച്ച് ഫലസ്തീനും രംഗത്തെത്തി. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമെന്ന വാദം അംഗീകരിക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഫലസ്തീൻ വൃത്തങ്ങൾ അന്ന് ആവർത്തിച്ചു. ദ്വിരാഷ്ട്ര ഫോർമുല ഉപേക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും നിലപാട് അറിയിച്ചിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ദ്വിരാഷ്ട്ര ഫോർമുലയല്ലാതെ മറ്റൊരു വഴി മുന്നിലില്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. വിഷയത്തിൽ ഫലസ്തീനെയും ദ്വിരാഷ്ട്ര ഫോർമുലയെയും മുൻ ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലും പിന്തുണച്ചിരുന്നു. 2021 ഇസ്രയേൽ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നെഫ്താലി ബെനറ്റിനോടൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു മെർക്കൽ ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്ന പ്രസ്താവന നടത്തിയത്. ഈ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര ഫോർമുല എന്ന ആശയം അടഞ്ഞ അധ്യായമല്ലെന്നും ഫലസ്തീൻ പൗരന്മാർക്ക് അവരുടേതായ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണമെന്നും മെർക്കൽ വ്യക്തമാക്കിയിരുന്നു. ദ്വിരാഷ്ട്ര ഫോർമുല യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ വിശാലവും ആധികാരികവുമായ അന്താരാഷ്ട്ര സമാധാന സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ഫലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വം വേണമെന്നും അതിന് തടസ്സം നിൽക്കുന്നത് ചില രക്ഷാസമിതി അംഗങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ചൈനയും ആവശ്യപ്പെട്ടിരുന്നു. ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ഇക്കഴിഞ്ഞ UN ജനറൽ അസംബ്ലിയുടെ 2ാം ദിവസം ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ആവശ്യപ്പെട്ടു. സിവിലിയന്മാരെ സംരക്ഷിക്കാനും മേഖലയിൽ യുദ്ധം വ്യാപിക്കുന്നത് തടയാനും നയതന്ത്ര തലത്തിൽ പരിഹാരം കാണണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. 1967 അതിർത്തികൾ കണക്കാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കേണ്ടതുണ്ടെന്ന് സൗദിയും വ്യക്തമാക്കിയിരുന്നു. ഫലസ്തീനെ അംഗീകരിക്കാതെ ഇസ്രായേൽ ബന്ധമില്ല എന്ന് യുഎസിനോട് സൗദി ആവർത്തിക്കുകയും ചെയ്തിരുന്നു. UN പൊതുസഭയിൽ ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. തുർക്കി, ഖത്തർ, ബ്രസീൽ, ജോർദാൻ, കൊളംബിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളാണ് ഇസ്രായേൽ ഗസയിലും ലബനാനിലും നടത്തുന്ന വംശഹത്യക്കെതിരെ രൂക്ഷ വിമർശനം അറിയിച്ചത്. US മാത്രമാണ് ഇസ്രായേലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്തായിരുന്നു തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാന്റെ പ്രസംഗം. 70 വർഷം മുൻപ് കൊലയാളിയായ ഹിറ്റ്ലറെ മാനവികതയുടെ സഖ്യം തടഞ്ഞതുപോലെ നെതന്യാഹുവിനെയും അയാളുടെ കൊലപാതക സംഘത്തെയും തടയാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് ഉർദുഗാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഗസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധം ഏറ്റവും പ്രാകൃതവും ഹീനവുമായി മാറിയിരിക്കുകയാണ്. ഇതിനെ യുദ്ധമെന്ന് വിളിക്കാനാവില്ലെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും മാനുഷിക മൂല്യങ്ങളും തകർത്തെറിയുന്ന വംശഹത്യയാണ് അധിനിവേശ രാജ്യം ഗസയിൽ നടത്തുന്നതെന്നും ഖത്തർ പറഞ്ഞപ്പോൾ ഗസ മരിക്കുമ്പോൾ മനുഷ്യത്വമാണ് മരിക്കുന്നതെന്നായിരുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസാവോ പെട്രോ തുറന്നടിച്ചത്. ഗസയിലുടനീളം ബോംബ് വർഷിക്കുന്ന ക്രിമിനലാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്നും പെട്രോ കുറ്റപ്പെടുത്തിയിരുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ ഈജിപ്ത്, ഇറാൻ, ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അന്നുമിന്നും ഗസയിലെ ഇസ്രായേൽ വംശഹത്യയെ ന്യായീകരിക്കുകയും അതിന് ആയുധ സൈനിക സഹായങ്ങൾ തുടരുകയും ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. ഒരു വശത്ത് വെടിനിർത്തലിനായി ശ്രമം നടത്തുകയും മറുവശത്ത് ഗസ വംശഹത്യയ്ക്ക് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്ന സമീപനമാണ് യുഎസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സ്വയം പ്രതിരോധത്തിനായി തങ്ങൾക്കെതിരായ ഭീഷണി പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നായിരുന്നു ഏറ്റവും ഒടുവിൽ UN പൊതുസഭയിൽ US പ്രസിഡന്റ് ബൈഡന്റെ വാദം. ഇസ്രായേലിനും അവിടുത്തെ ജനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ബൈഡൻ ആവർത്തിച്ചതായി വൈറ്റ് ഹൗസ് വക്താവും അറിയിച്ചു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയെ തുടക്കം മുതൽ യുണൈറ്റഡ് നേഷൻസ് എതിർക്കുകയും ക്രൂരത അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും നെതന്യാഹു ചെവികൊണ്ടില്ല. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ശൂന്യതയിൽ നിന്നല്ലെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 56 വർഷമായി ഫലസ്തീൻ ജനത തങ്ങളുടെ ഭൂമിയുടെ അധിനിവേശം മൂലം കഷ്ടപ്പെടുകയാണെന്ന് ഓർക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചു. ഗസയിൽ നടക്കുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇത് ഏറെ ആശങ്കാജനകമാണ്. സായുധ പോരാട്ടത്തിൽ ആരും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് അതീതരല്ലെന്നും ഗുട്ടറസ് പറഞ്ഞിരുന്നു. കുട്ടികൾക്കെതിരെ ക്രൂരത കാട്ടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഐക്യരാഷ്ട്ര സംഘടന ഇസ്രായേലിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം 8 മാസം പിന്നിട്ടപ്പോഴായിരുന്നു ഇത്. UN സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി വെർജീനിയ ഗാംബെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഐക്യരാഷ്ട്രസഭയുമായുള്ള ബന്ധത്തെ തീരുമാനം ബാധിക്കുമെന്നും ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്നുമായിരുന്നു ഇതിനോട് നെതന്യാഹുവിന്റെ പ്രതികരണം. കുട്ടികൾക്കെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നേരത്തെ തന്നെ UN ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാവാതെ സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടത്തി നിരവധി കുട്ടികളെയാണ് സയനിസ്റ്റ് രാജ്യം കൊന്നൊടുക്കിയത്. ഇതിനിടെ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഭരണകൂടത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തത് നെതന്യാഹുവിന് തിരിച്ചടിയായി. യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ കോടതി മെയ് 20 അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. സാധാരണക്കാരെ പട്ടിണിക്കിടുക, ശരീരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, ക്രൂരമായ പെരുമാറ്റം, മനഃപൂർവ്വമായ കൊലപാതകം, സിവിലിയൻ ജനതയ്ക്കെതിരായ ആക്രമണം,
പട്ടിണി മരണം എന്നീ കുറ്റങ്ങളാണ് ICC ഇസ്രായേലിനെതിരെ ചുമത്തിയത്. അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും കഴിഞ്ഞ ജൂലൈ 19 കോടതി വിധിച്ചു. ഇസ്രായേൽ നടപടി 4ാമത് ജനീവ കൺവെൻഷൻ അംഗീകരിച്ച 49ാമത് വകുപ്പിന്റെ ലംഘനമാണ്. വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും ഇസ്രായേൽ കുടിയേറ്റങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഭരണകൂടവും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ഫലസ്തീൻ പ്രദേശങ്ങളുടെ വലിയ ഭാഗങ്ങൾ പിടിച്ചടക്കുന്നതിനായിരുന്നു ഇസ്രായേലിന്റെ നയങ്ങളും നടപടികളും എന്നും 15 ജഡ്ജിമാരുടെ പാനൽ വിലയിരുത്തിയതും ശ്രദ്ധേയമാണ്. അധിനിവേശ പ്രദേശങ്ങളിൽ ഫലസ്തീനുകൾക്കെതിരെ ഇസ്രായേൽ വിവേചനം കാണിക്കുന്നതായും കോടതി കണ്ടെത്തിയിരുന്നു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് 2022 ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചത്. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്കയും ICCയിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ അറസ്റ്റ് വാറന്റ് കൊണ്ടും നിലപാട് മാറ്റാൻ നെതന്യാഹു തയ്യാറായില്ല. എല്ലാ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എതിർപ്പുകളും വിലക്കുകളും മുന്നറിയിപ്പുകളും എല്ലാം ലംഘിച്ച് ഗസയുടെ പൂർണ്ണ നാശം ലക്ഷ്യമിട്ട് വംശീയ ആക്രമണങ്ങൾ തുടരുമ്പോൾ അതിന് അറുതി വരുത്താൻ എന്ത് ഇടപെടലാണ് വേണ്ടതെന്നതും എന്തുണ്ടാവുമെന്നതും ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.